ഹലോ ആൻഡ് വെൽക്കം. ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ കുറേ വർഷങ്ങൾ എനിക്ക് ഡെക്കേഡ്സായിട്ട് ഞാൻ ഐറിഷ് ഫെസിലിറ്റിയിൽ സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് ഹോമിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡബ്ലിനുണ്ടായിരുന്നു, കൗണ്ടി ലിംബറിക്ക്, ടിപ്പറി, ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ അയർലൻഡിൽ പുതിയതായിട്ട് വന്ന റേഷ്യൽ അറ്റാക്ക്, അതായത് ഐറിഷുകാരെ കുറേ ആളുകളെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഷ്യൽ അറ്റാക്ക്, എസ്പെഷ്യലി ഇന്ത്യൻസിന് റേഷ്യൽ അറ്റാക്ക്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഈ നമ്മളുടെ റേഷ്യൽ അറ്റാക്കിൻ്റെ ബേസിൽ നമുക്ക് എന്താണ്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ദെയർ, വാട്ട് ഈസ് ബിഹൈൻഡ് ദ റേഷ്യൽ അറ്റാക്ക്. അപ്പം ഞാനിതിൻ്റെ അകത്ത് അവിടെ ആദ്യമായിട്ട് ചെന്ന സമയത്ത് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഐറിഷ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളക്കാരായിട്ടുള്ള പോപ്പുലേഷൻസിനകത്ത് അത് വൈറ്റ് മാൻ, അതായത് നേറ്റീവ് വൈറ്റ്, ബ്രിട്ടീഷ്, ഐറിഷ്, കനേഡിയൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ന്യൂസിലൻഡ്, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയും ജെൻറ്റിലും ആയിട്ടുള്ള ഒരു പോപ്പുലേഷനായിരുന്നു ഈ ഐറിഷ് പോപ്പുലേഷൻ. അപ്പോൾ അവരെന്തുകൊണ്ട് ഒരു റേഷ്യലായി എന്നുള്ളതിൻ്റെ ഒരു കമ്പോണൻറ്റ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് റേഷ്യലായിട്ട് റീസൺ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പറ്റിയെന്ന് നമുക്ക് പറഞ്ഞ് നോക്കാം. അപ്പോൾ അതായത് ആദ്യമായിട്ട് വന്ന കാലങ്ങളിൽ, ഇപ്പോൾ എക്സാമ്പിൾ 98, 99, 97 കാലങ്ങളിലൊക്കെയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ മൈഗ്രേഷൻ ഈ അയർലൻഡിലോട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ UK മൈഗ്രേഷൻ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ കുറച്ച് സ്പിൽ ഓവറായിട്ടാണ് അയർലൻഡിലോട്ട് ചെന്നത്. അപ്പോൾ അയർലൻഡിൽ ആദ്യമായിട്ട് ചെന്ന നഴ്സസിനെയൊക്കെ ഭയങ്കര വെൽക്കമായിരുന്നു, ഗ്രാൻഡ് വെൽക്കം. 1 മാസം 2 മാസമൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാം, 3 മാസമൊക്കെ ഇൻഡക്ഷൻ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ അവരുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു, അവരുടെ കൾച്ചർ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ഫോൺ ലാബ് മാനറിസംസ് പഠിപ്പിക്കുന്നു. അങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ഡബ്ലിൻ ടൂറൊക്കെ നടത്തിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അവർ ശ്രമിച്ചു മാക്സിമം ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ നമുക്ക് എന്ത് ചുറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തില്ല. നമ്മൾ അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാതെ ഫ്ലോട്ട് ചെയ്ത് നിന്നു. അതാണ് ഈ ഫ്ലോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പരിണത ഫലമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ റേഷ്യൽ അറ്റാക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഫ്ലോട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർ പറയുന്നത് എക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. എക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൾച്ചർ അവിടെ നമ്മൾ ഗെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അവരുടെ നാട്ടിൽ ചെന്നിട്ട് അവരുടെ കൾച്ചറോട്ട് അസിമുലേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വെള്ളക്കാരൻ നമ്മുടെ നാട്ടിൽ വരുവാണെങ്കിൽ അവൻ്റെ വെള്ളക്കാരൻ്റെ കൾച്ചറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ കൾച്ചറുമായിട്ട് അസിമുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവൻ നമ്മളുടെ ഡ്രസ്സ് എടുക്കുന്നു, അവൻ നമ്മുടെ ഫുഡ് കഴിക്കുന്നു, അവൻ നമ്മളുടെ രീതിയിലൊക്കെ അവൻ നടക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, അവൻ അവിടെ കുറച്ച് സെമി നൂഡായിട്ടൊക്കെ അവൻ നടക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൽ സെമി നൂഡൊക്കെ ഒഫൻസീവാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അവൻ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എക്കൾച്ചറേഷൻ. അപ്പോൾ അവർ വിദേശികളെ അങ്ങോട്ട് എടുത്തപ്പം വിദേശികൾ എക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അവർ ഇത് ടേക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കൾച്ചർ കളഞ്ഞിട്ട് അവരെ അങ്ങോട്ട് വന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞത്. പക്ഷേ ഈ 2 കാറ്റഗറി, ഈ അറബി ആ കാറ്റഗറിയും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻസും, അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അവിടെ നിന്നുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആൾക്കാരും ഈ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാതെ അവരുടെ കൾച്ചറുമായിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഇവർ യാതൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം, കുറേ എക്സാമ്പിൾസ് എൻ്റെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവർ പണ്ട് ഞങ്ങളുള്ള സമയത്ത് ഞങ്ങൾ ഈ ടീ ബ്രേക്ക് അതുപോലെ ലഞ്ച് ബ്രേക്കൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളക്കാർക്കും കുറച്ച് വിദേശികൾക്കും മിക്സ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മലയാളീസ് എല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ വെള്ളക്കാരുടെ കൂടെ പോകത്തില്ല. അവസാനം ഞാൻ മാത്രം ഉണ്ടായിരിക്കും ഈ വെള്ളക്കാരുടെ കൂടെ ഈ ലഞ്ചിനും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പോകാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ഒന്ന് കൂട്ടുകൂടി ഇവരെല്ലാം സെറ്റായിട്ട് പോവുക ചെയ്യുന്നത്. കാരണം ഇവരുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ഫ്ലോട്ട് ചെയ്ത് മാറി നിൽക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചില കൾച്ചേഴ്സ് അവർക്ക് ഒഫൻഡിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, കൈകൊണ്ട് ഫുഡ് കഴിക്കുന്നു. ഇപ്പോൾ ചീഞ്ഞിരിക്കുന്ന നമ്മുടെ സ്ലൈമി ആയിട്ടുള്ള ചോറ്, കറി സാധനങ്ങൾ കുഴച്ച് കഴിക്കുന്നു. അവർക്കത് ഒഫൻഡിങ്. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലങ്ങളിൽ ഞങ്ങൾ ഇത്തരം സാധനങ്ങൾ അവിടെ കൊണ്ടുപോകത്തില്ല, ഉച്ചയ്ക്കത്തെ ഫുഡ് കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇത് കഴിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു റാപ്പോ വല്ലതും കൊണ്ടുപോവുക ചെയ്യുന്നു. മിക്കവാറും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമായിരുന്നു, ഞങ്ങൾ ഉച്ചയ്ക്ക് മിക്കവാറും പട്ടിണിയാണ്. കാരണം നമ്മൾ വെള്ളക്കാരെ ഒഫൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ മസാല സാധനങ്ങളുമായിട്ട് നമ്മൾ ആവാതേക്ക് എടുക്കത്തില്ല. അതുപോലെ തന്നെ സ്ലൈമി ആയിട്ടുള്ള ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അവരുടെ മുമ്പിൽ വെച്ച്.
അത് അവരുമായിട്ട് ഒഫൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ പുതിയൊരു കൾച്ചർ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, അവരുടെ മുമ്പ് എണ്ണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവരെ പുല്ലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടമുള്ളവർ ഞങ്ങൾ കാണിക്കും എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഓർഡർ, നമ്മുടെ ബോഡി ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ മസാല കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു ബോഡി ഓർഡർ ഉണ്ട്. ഈ ബോഡി ഓർഡർ ഈ വെള്ളക്കാർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെള്ളക്കാരൊക്കെ എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ പുതുതായിട്ട് വരുന്ന മലയാളികളോടൊക്കെ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ ബോഡി ഓർഡർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാവിലെ ഒന്ന് ഷവർ ചെയ്യണം. അതുപോലെ തന്നെ എനിക്കെതിരെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, ഷവർ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഫുൾ ബോഡിയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടെസ്കോയിലോ അല്ലെങ്കിൽ ഡാൻസിലോ ഒക്കെ പോയി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സ്പ്രേ മേടിച്ച് വെച്ചിട്ട് ഫുൾ ടൈം 3 നേരം സ്പ്രേ അടിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ 12 hours ഡ്യൂട്ടിയാണ്, വേർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ബോഡി ഓർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ അടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പിന്നെ ഫുഡ് കൊണ്ട് മസാല ഫുഡ് ഞങ്ങൾ സാധാരണ കൊണ്ടുവരാറില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് മസാല ഫുഡാണ് കൊണ്ടുവരുന്നത്. ഈ മസാല ഫുഡ് കൊണ്ടുവന്ന ഒരു വെള്ളക്കാരെ മാക്സിമം പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് മസാല ഫുഡ് കൊണ്ടുപോകാതെ നമ്മൾ മസാല ഫുഡൊക്കെ വീട്ടിൽ വെക്കുക, മാക്സിമം മസാല ഇല്ലാത്ത ബ്ലാൻഡായിട്ട്, കാരണം അവർ ബ്ലാൻഡായിട്ടാണ് കഴിക്കുന്നത്. അവർ മാക്സിമം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ സമയത്തുള്ള പല മാനേജേഴ്സും അതുപോലെ പല നഴ്സസും ഒക്കെ ഫണ്ണിയായിട്ട് പോസിറ്റീവായിട്ട് അവർ ഈ മസാലയും കൊണ്ട് വരുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ മാറി നിന്ന് അവരുമായിട്ട് ചേരാതെ നിന്ന് അത് മാക്സിമം ഒഫൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിണത ഫലമാണ്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പാർട്ടികൾക്കോ അവരുടെ പരിപാടികൾക്കോ ഒന്നും വിളിച്ചാൽ പോകത്തില്ല. അവർ പാർട്ടി നടത്തും, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി നടത്തുന്നതിനൊന്നും വിളിച്ചാൽ പോകത്തില്ല. അവരുടെ പരിപാടിക്കൊന്നും പോകത്തില്ല, അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യത്തില്ല, അവരുമായിട്ട് സംസാരിക്കത്തില്ല. ഞാനൊക്കെ ഉള്ള സമയത്ത്, ഞാനൊക്കെ മാർത്തയൊക്കെ ഡെലിവറി ആയി കഴിഞ്ഞ സമയത്ത് മാർത്തയുടെ വീട്ടിൽ ഞങ്ങൾ ഗിഫ്റ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്, മാർത്തയുടെ കൊച്ചിനെ കാണാനായിട്ട്. അങ്ങനെയൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അങ്ങനെയൊരു സംഭവമില്ല. ഇപ്പോഴത്തെ വന്ന ന്യൂ ജനറേഷൻ അവർ ആൾക്കാരുമായിട്ട് മിണ്ടത്തുമില്ല, സഹകരിക്കത്തുമില്ല, ഡ്യൂട്ടി ഇവിടെ എന്ത് നടക്കുന്നില്ല, അവർക്ക് അറിയത്തില്ല. ടീം പ്ലെയറിംഗ് ഇല്ല. ടീം പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ വെള്ളക്കാരെ ഹെൽപ്പ് ചെയ്യണം. വെള്ളക്കാർ എപ്പോഴും ചോദിക്കും, ഡു യു നീഡ് എനി ഹാൻഡ്, ആർ യു ലുക്കിംഗ് ഫോർ എനി ഹാൻഡ്, ആർ യു ഓക്കേ എന്നൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ട് വരും. നമ്മുടെ പണി തീർത്തിട്ട് പൂച്ച പോലെ അവിടെ ഇരിക്കും, എന്നല്ലാതെ നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യാൻ പോകത്തില്ല. ടീം പ്ലേയിങ് ഇല്ല, വേറെ ഹെൽപ്പ് ഔട്ട് ഇല്ല. എൻ്റെ ജോലി തീർത്ത് ഞാൻ അവിടെ ചുമ്മാ ഇരുന്ന് ഞാൻ ആരെ ഹെൽപ്പ് ചെയ്യത്തില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഐഡിയയാണ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തുടക്കിയ കാലത്ത് എനിക്ക് തോന്നുന്ന കേരളത്തിൽ വന്നിരിക്കുന്ന നഴ്സുമാരിൽ ഒരു 98% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവർ ബേസിക്കലി ക്രിസ്ത്യൻസായി. ഈ അയർലൻഡുകാർ കത്തോലിക്ക രാജ്യമാണ്, ക്രിസ്ത്യൻസാണ്. പക്ഷേ ഈ ക്രിസ്ത്യൻസിന് പോലും അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എണ്ണം പെരുകി കഴിഞ്ഞപ്പം അവരുടെ തന്നെ ഗ്രൂപ്പും സഭയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അങ്ങനെ ഇറക്കുമതി ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, അവരുടെ പള്ളിയിൽ പോകത്തില്ല, അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അവരുമായിട്ട് ഗെറ്റ് ലോങ് ചെയ്യാനായിട്ട് ഈ ക്രിസ്ത്യൻ സഭകൾക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാ പറ്റി, അവർ മാർജിനലൈസ് ചെയ്തു, അവരും ഔട്ട്കാസ്റ്റഡായി. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡിന് വേണ്ടാത്ത ഗ്രൂപ്പായി ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ഇവരും ക്രിസ്തു മതം ഫോളോ ചെയ്യുന്ന 98% ഓഫ് മലയാളീസും വെള്ളക്കാർക്ക് വെറുക്കപ്പെട്ടവരായി മാറി. ഓക്കെ, അങ്ങനെ അതും സംഭവിച്ചു. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സൈലൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിയെ ഒച്ച വയ്ക്കുകയോ അല്ലെങ്കിൽ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ കിടന്ന് കൂവുകയോ അട്ടഹസിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. മലയാളികളെ പറ്റി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവുക, അട്ടഹസിക്കുക, ഉറക്കെ സംസാരിക്കുക തുടങ്ങിയൊക്കെയാണ്. അതുപോലെ അത് നമ്മൾ മലയാളികൾ അത് ചെയ്യത്തില്ല. അവിടെ ചെന്ന് അവിടെ കിടന്ന് ബഹളം വയ്ക്കും, പൂവും, ഒച്ച ഹസിക്കും, അട്ടഹസിക്കും. വെള്ളക്കാരെന്ന് വെച്ചാൽ പതുക്കെ വിസ്പർ ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്, അത് ഒരു പ്രശ്നമായി. അതുപോലെ തന്നെ അടുത്തൊരു പ്രശ്നമാണ് നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് നമുക്ക് റോഡിൽ കൂടെയുള്ള ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഇതൊക്കെ ഹെഡ്ലൈറ്റ് എടുക്കുക, ഓൺ അടിക്കുക, അതുപോലെ പിള്ളേരെ മടി വെച്ചുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ഓഫൻസീവ് എല്ലാം അവർക്ക് വെറുക്കപ്പെട്ടതായി സെറ്റപ്പായി. അതുപോലെ തന്നെ വേറെ ചില സംഭവങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ചില കൾച്ചറിൻ്റെ പാർട്ടായിട്ട് ചെണ്ടമേളം, മുത്തുക്കുട തുടങ്ങിയ സാധനങ്ങൾ അങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളൊക്കെയുള്ള സമയത്ത് ഈ ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷമൊക്കെ ഒരു ഓട്ടോറിയത്തിനകത്ത് ഡിസ്ക്രീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് മലയാളിക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാരനൊരു ഒരു ഓട്ടോറിയം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ അവർക്ക് ആ പരിപാടി കൊടുക്കത്തില്ല. കാരണം ആ ഓട്ടോറിയം നശിപ്പിച്ച് കളയും. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇത്രയ്ക്ക് നാപ്പിയൊക്കെ ടോയ്ലറ്റിൽ വിട്ട് വെള്ളം ഒഴിച്ച് വിട്ടേക്കുക. അങ്ങനെ മോശമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന വേറെ ഒരു സൊസൈറ്റി എനിക്ക് തോന്നുന്നു ഏഷ്യയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് മോശമായിട്ടുള്ള വേസ്റ്റ് മാനേജ്. ഞാൻ ഓക്കെ, എൻ്റെ അപ്പുറത്തുള്ളവർ വാരി എറിഞ്ഞ് പോവുക. അപ്പോൾ ഇങ്ങനെ ഉള്ള സംഭവങ്ങളാണ് അടുത്തൊരു കാര്യം. അത് ഒച്ച വയ്ക്കുന്നത്. പിന്നെ മലയാളം സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഞാൻ മാനറി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു നേഴ്സിനോട്, ഒരു മലയാളി നേഴ്സിനോട് മലയാളത്തിലൂടെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിനോട്
ഞാൻ പറഞ്ഞു നീ മലയാളത്തിൽ ഇങ്ങനെ പുറകെ പറയരുത്, വെള്ളക്കാർക്ക് ഒഫൻസീവ് ആണെന്ന് പറഞ്ഞതിന് കുറച്ച് മലയാളീസ് എല്ലാം കൂടെ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് മലയാളീസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് സംഘമായിട്ട് അവർ എന്നെക്കെതിരെ ഒരു വലിയൊരു പ്രക്ഷോഭമായിട്ട് വന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷേ ഞാൻ അവരെയൊക്കെ ചവിട്ടി ഒതുക്കി. ഞാനൊരു സീനിയർ മാനേജറായിരുന്നു, എനിക്ക് അവരെ ഒതുക്കാൻ പറ്റും. എനിക്കെതിരെ ഇവിടെ പറഞ്ഞുകൊണ്ടെന്നല്ല, കൂടുതലൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വെള്ളക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മൾ മലയാളം പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കാർ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ബുള്ളി ചെയ്യുക, അവരെ കളിയാക്കുക, അവരെ അബ്യൂസ് ചെയ്യുക തുടങ്ങിയവരായിരിക്കും അവർ വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംഭവം ഉള്ളതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളക്കാർ നമ്മളെപ്പറ്റി മലയാളം പറയുന്ന അവരെ മോശമായിട്ട് കൺസിഡർ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളോട്. അതായത് ഞാനിവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജെറാൾഡീൻ ഹിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു റെസിഡൻ്റാണ് നഴ്സിംഗ് ഹോമിൽ. അപ്പോൾ ഈ റെസിഡൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെസിഡൻറ്റിനെ വാഷ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടിരുന്ന ഒരു നേഴ്സ് വന്നു. ആ നേഴ്സ് ഒരു മെയിൽ നേഴ്സായിരുന്നു. അപ്പോൾ ആ നേഴ്സ് വാഷ് ചെയ്യാനായിട്ടുള്ള വന്നപ്പോഴത്തേക്കും ഈ റെസിഡൻറ്റ് പറഞ്ഞു എന്നെ മെയിൽസ് വാഷ് ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ ഇവൻ എന്നാ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ പറഞ്ഞു എനിക്ക് മെയിൽസ് ഒന്നും വാഷ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല, അതായത് എനിക്ക് ഫീമെയിൽസ് വേണമെന്ന് പറഞ്ഞു. സോറി, ഈ ജെറാൾഡീൻ പറഞ്ഞു ഫീമെയിൽസ് വേണം. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവിടെ വേറെ മെയിൽസ് ആരുമില്ല, ഫീമെയിൽസ് ആരുമില്ല, മെയിൽസും ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ വാഷ് ചെയ്തിട്ട് യു ആർ ലൈക്ക് മൈ മം എന്ന് പറഞ്ഞു. യു ആർ ലൈക്ക് മൈ മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എൻ്റെ അമ്മയെ പോലെയാണ്, നിൻ്റെ ബോഡിയൊക്കെ എക്സ്പോസ് ചെയ്താണല്ലോ ഞാൻ വാഷ് ചെയ്യുമ്പോൾ കാണുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജെറാൾഡീൻ ഒരു കൺസേണുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവനിങ്ങനെ യു ആർ ലൈക്ക് മൈ മം എന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനൊരു ഓൾഡ് കിളവിയാണ്, ഞാൻ യൂസ്ലെസ് ഓൾഡ് ലേഡി, ഞാനൊരു യങ് ലേഡിയാണ്, ഞാൻ യൂസ്ലെസ് ലേഡിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം എത്രത്തോളം ഡിഫറൻ്റായിട്ട് അവർ ചിന്തിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വിചാരിക്കും നീ എൻ്റെ അമ്മയെ പോലെയാണെന്നാണ് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. പക്ഷേ അവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ കിളവിയാണെന്ന രീതിയിൽ എന്നെ കളിയാക്കി ബുള്ളി ചെയ്തെന്ന് പറഞ്ഞൊരു കൺസേൺ റേസ് ചെയ്തിട്ടുണ്ടാവുന്നത്. അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് വേറെ രീതിയിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ്, നമ്മൾ കാണിക്കുന്നതും പറയുന്നതും ഒന്നും അവർക്ക് അക്സെപ്റ്റബിൾ അല്ല, അവർക്ക് വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ ആ രീതിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നോക്കണം. അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അതുമായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്യണം. അതുപോലെ കള്ളം പറയുന്നവരെയും കള്ളത്തരം കാണിക്കുന്നവരെയും വെള്ളക്കാർക്ക് കണ്ണെടുത്താൽ കാണരുത്. പല ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അണ്ടറിലൊക്കെ വർക്ക് ചെയ്ത പല ആൾക്കാരെ എനിക്കറിയാം, കള്ളത്തരം കാണിക്കുക, അതുപോലെ തന്നെ കള്ളത്തരം ചെയ്യുക. ഇപ്പം എക്സാമ്പിൾ, പേഷ്യൻറ്റിന് രാത്രിയിൽ കറക്റ്റ് സമയത്ത് പേഷ്യൻറ്റിന് പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ പേഷ്യൻറ്റിന് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കാതിരിക്കുക, മെഡിസിൻ കൊടുക്കാതിരിക്കുക, മെഡിസിൻ എടുത്ത് പൊടിച്ച് മെഡിസിൻ പിന്നി കളയുക, അങ്ങനെയുള്ള വീണ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള പല സംഭവങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടിലായി. അപ്പോൾ ഈ റിപ്പോർട്ടിലാവുന്നതനുസരിച്ച് ഇവരെ പറ്റിയുള്ള മോശമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചെയ്യേണ്ടത്, നിങ്ങൾ വെള്ളക്കാരുമായിട്ട് കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അവരുടെ പരിപാടിക്ക് പോവുക, അവരുമായിട്ട് സഹകരിക്കുക, അവരുടെ പള്ളിയിൽ പോവുക, അവരുടെയൊക്കെ പള്ളി സാധനങ്ങളെല്ലാം ഒരുപോലെയാണെന്നുള്ളൊരു കൾച്ചർ അവരെ ഡെഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ അവർക്ക് ഒഫൻഡിങ് ആയിട്ടുള്ള ലാംഗ്വേജ് പരസ്യമായിട്ട് അവിടെ ബഹളം വയ്ക്കുക, അവർ വണ്ടി ഓടിക്കുന്നതിൽ ഒഫൻസ് ഉണ്ടാക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ലാംഗ്വേജ് ഒഫൻസ് ഉണ്ടാക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ബോഡി ഓർഡർ ഒഫൻസ് ഉണ്ടാക്കാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഒഫൻസ് ഉണ്ടാക്കാതിരിക്കുക, പരമാവധി അവരുമായിട്ട് സഹകരിക്കുക. അങ്ങനെ സഹകരിക്കുകയാണ് മലയാളിക്ക് പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. കാരണം മലയാളി 98% ക്രിസ്ത്യൻസാണ്. അവർ ഇനി ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് പറയാം. അപ്പം ഞാൻ എൻ്റെ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു കുട്ടീനെ റേഷ്യലി അബ്യൂസ് ചെയ്തു. ഒരു സാധനം എപ്പോഴും പറയുന്ന പേരുടെ എഫ് വേർഡ്സ്, എഫ് ഇന്ത്യൻ, അതല്ലെങ്കിൽ എഫ് പോളിഷ്, എഫ് റുമാനിയൻ എന്നൊക്കെ എപ്പോഴും പറയും. അപ്പോൾ എൻ്റെ കൊച്ചവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ 1, 2, 3 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ച് വീട്ടിൽ വന്ന് പറയുമായിരുന്നു. അപ്പോൾ ഈ ഫ്രീ ആയിട്ട് അവർക്ക് ഒരു ഫ്രീ ടൈം ഉണ്ട്, 10 മണി കഴിയുമ്പോൾ ഒരു ഫ്രീ ടൈം ഉണ്ട്. ആ സമയത്ത് കളിക്കാനൊക്കെ പുറത്ത് ഈ ആടിലൊക്കെ വിടും. അപ്പോൾ ഈ വെള്ളപ്പിള്ളരെല്ലാം കൂടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചിന് ഫുട്ബോൾ കൊടുക്കത്തില്ല. എൻ്റെ കൊച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതിന് ഫുട്ബോളില്ല, ഫുട്ബോൾ അവർ തമ്മിൽ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. അത് സാധാരണ ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിനകത്ത് റേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ വേറൊരു സംഭവം എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാവിലെ സ്കൂളിൽ ക്യൂ ആയിട്ട് കുട്ടികളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയെന്ന് വെച്ചോളുക. അപ്പോൾ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ വെള്ളപ്പിള്ളേർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലോട്ട് തള്ളിക്കരുത് എൻ്റെ കൊച്ചിനെ തള്ളി പുറകോട്ട് കൊണ്ടുവരും. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ കൊച്ചിന് മാത്രമാണെങ്കിൽ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഓവർസീസിനെല്ലാം ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള പോളണ്ട്, റുമാനിയൻ, ബൾഗേറിയൻ, ഹംഗേറിയൻ അവരെല്ലാം ഒരുപോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ അറബി ബാക്ക്ഗ്രൗണ്ടുള്ള പിള്ളേർ, മൊറോക്കോയിൽ നിന്ന് കൊച്ചുണ്ടായിരുന്നു, മൊറോക്കോ ആ കൊച്ചിനെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം പിന്നെ എൻ്റെ കുട്ടീനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇവർക്ക് ബേസിക്കലി അവർ ഇന്ത്യക്കാരുള്ള റേസ് അല്ല, എനിക്ക് തോന്നുന്നു അവർ വിദേശി എന്നുള്ള രീതിയിൽ അവരത് മാറ്റി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു വലിയ സംഭവമായിട്ട് എടുക്കാനാണെങ്കിൽ എടുക്കാം. ഇനി അതിൻ്റെ അകത്ത് വലിയ എലമെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല.
ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒലിവിയ ഉണ്ട്. ഒലിവിയ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, അവൾ വഴി കൂടെ വന്നപ്പോഴത്തേക്കും ഒരു വെള്ളക്കാരൻ ഒരു കത്തി കാണിച്ചിട്ട് 5 യൂറോ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചിട്ട് 5 യൂറോ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാരനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അത് റേസോ എന്ന് പറയും. അത് അവളോട് വെള്ളക്കാരോട് തന്നെ കാണിച്ചപ്പോൾ നമ്മൾ പറയുന്നു അതൊരു അറ്റാക്കാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത്ര നല്ല ക്രിമിനൽ എലമെൻസ് ഒക്കെ അവിടെ ഉണ്ട്. എല്ലാം നമുക്ക് റേസോ അല്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പല പ്രാവശ്യം സൈക്കിളിൽ ഫോളോ ചെയ്തിട്ട് സൈക്കിൾ വന്നിട്ട് നമ്മൾ ഇടിപ്പിക്കാൻ പറ്റുന്ന പോലെ വന്നിട്ട് നമ്മളെ പേടിപ്പിച്ചതിന് ശേഷം എന്നെ ഇടിപ്പിച്ചിട്ടില്ല. പേടിപ്പിച്ചിട്ട് യു ഗോ ടു യുവർ ഹോം, യു ഗോ ടു യുവർ കൺട്രി, ഗോയ് വേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏരിയൻ ഗോയ് വേ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ റോഡിൽ വെച്ച് തല്ലുന്ന ഇടിക്കുന്നു കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അവിടെ ഉള്ള സമയത്ത് തല്ലും ഇടിയൊക്കെ കിട്ടിയതായിട്ട് ഒത്തിരി ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യക്കാരുടെ വീടുകളിൽ തന്നെ മോഷണം നടത്തുക, അവരെ ആരെയും പിടിക്കാറുമില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യുന്നതെന്നും അവർ ചുമ്മാ പറഞ്ഞു നടക്കാമെന്നല്ലാതെ യാതൊരുവിധ പണിഷ്മെൻറ്റും അവർക്കില്ല. അവരിതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ളവർ, അവരുടെ പോലീസുകാർ, അവർക്ക് ഗാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺആംഡ് പോലീസുണ്ട്. അവന്മാരെ പോലെ യൂസ്ലെസ്സുകൾ വേറെയില്ല. ആ ടീംസ് എല്ലാം ഇവരെല്ലാം സെറ്റാണ്. അവർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ്. അവരെ ഒറ്റയാളെ പോലും പിടിച്ചിട്ട് ഒരു കേസ് ഒരു 100 കണക്കിന് 1000 കണക്കിന് മോഷണങ്ങൾ ഇന്ത്യക്കാരുടെ വീട്ടിലും വിദേശികളുടെ വീട്ടിലും നടക്കുന്നുണ്ട്. ഒറ്റയാളെ പോലും പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കെതിരെ റേഷ്യൽ അറ്റാക്ക് ഇഷ്ടംപോലെ നടക്കുന്നത്, ഒരാളെ പോലും പിടിച്ചിട്ട് ഒരാളെ പോലും ചാർജ് ചെയ്യുകയോ കോടതിയിലോട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊന്നും നടക്കാനും പോകുന്നില്ല, നടക്കുന്നുമില്ല. അതങ്ങനെയുള്ള ആ സംഭവങ്ങളെല്ലാം അവർ നൈസായിട്ട് കൈ ഒഴിഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഇവർ പൊളിറ്റീഷ്യൻസും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നുള്ള അറ്റാക്കാണ്. ഇനി അടുത്ത ഇതിനകത്ത് പെട്ടുപോയ വേറൊരു ടീംസ് ഉണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ലീവ് ചെയ്തിട്ട് ഐറിഷ് പാസ്പോർട്ട് ഹോൾഡ് ചെയ്ത് 5 വർഷം നിൽക്കുവാണെങ്കിൽ 1000 യൂറോ കൊടുക്കുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഹോൾഡ് ഇപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ചുവന്ന പാസ്പോർട്ട് എടുക്കാം എന്ന് എക്സൈറ്റഡ് ആയിട്ട് മേടിച്ച ടീംസ് ഉണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ ഓൾറെഡീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വാർഡിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഒലിവിയ, നിക്കോളയും അതുപോലെ തന്നെ കാർലി മക്കാരിയൊക്കെ അന്നത്തെ മാനേജേഴ്സ്, ഷിനേത് മുള്ളികൻ, ഇങ്ങനെയുള്ള മാനേജേഴ്സൊക്കെ ഉള്ള സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ ഏറ്റവും ലൈറ്റ് വേഷ്യന് വെള്ളക്കാർക്ക് കൊടുക്കും. അന്ന് വെള്ളക്കാർ ബെഡ് സൈഡിൽ വർക്ക് ചെയ്യുന്നത് നിക്കോളയും അതുപോലെ തന്നെ ഡെന്നീസും ഒക്കെ ഉള്ളൂ, അവർക്ക് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് കാരനും പിന്നെ ക്ലെയർ, കീര, പിന്നെ ഷിനേത്, അങ്ങനെ കുറച്ച് ചെറിയ പിള്ളേരൊക്കെ വന്നു, അവർക്കും കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയുള്ള സാധനത്തിനെ എടുത്ത് ലൈറ്റിനെടുത്ത് ഫിലിപ്പീനോസിന് കൊടുക്കും. ഏറ്റവും ഹെവി പേഷ്യന് ഇന്ത്യക്കാർ കൊടുക്കും. എൻ്റെ കൂടെ ഉള്ളായിരുന്നു ഒരു ഷില്ലിനെ ഞാനിപ്പോൾ ഓർക്കുന്നത്. ഷില്ലി അവിടെ വന്ന് ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെ പല പ്രാവശ്യം കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഷില്ലി ഷോർട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഷില്ലിക്ക് ആഴ്ച ഒരു ദിവസം കണ്ടേ വരുള്ളൂ. ആ വരുന്ന ദിവസം ഏറ്റവും കുളത്തെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുക. അതിനെ കൊണ്ടുപോകാൻ ഇൻവെസ്റ്റിഗേഷൻസ്, പുതിയ അഡ്മിഷൻ ആയിരിക്കും, 100 കണക്കിന് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകണം. MRI, CT, ബ്ലഡ് പരിപാടി എല്ലാം ചെയ്യണം, കീമോ സ്റ്റാർട്ട് ചെയ്യണം, 100 കണക്കിന് സാധനങ്ങളുള്ള ലഭിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഏറ്റവും ഹെവിയെ പണ്ടുകാലം മുതൽ ഇന്ത്യക്കാർക്ക് വെച്ച് കൊടുക്കുന്നത്. കാരണം ഇന്ത്യക്കാർ പ്രതികരിക്കത്തില്ലായിരുന്നു. ഇന്ത്യക്കാരുടെ പ്ലസ്സാണ് അത്. കാരണം ഇവർ അടിമ പോലെ പണിയും, തിരിച്ചൊന്നും പറയത്തുമില്ല, എത്ര കൊടുത്താലും പണിയും. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. തുടക്കകാലങ്ങളിൽ ചെന്ന സമയത്ത് നമുക്കും ഒരു പ്രതികരണമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് വെച്ചാൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അടിമ നഴ്സിംഗാണ്, സ്ലേവ് നഴ്സിംഗ് എന്ന് പറയും. ഒന്നെങ്കിൽ നമ്മുടെ ടീച്ചർമാർ നമ്മളെ അടിമയായിട്ട് കൊണ്ടു നടക്കും, അതല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സ് നമ്മളെ കൊണ്ടു നടക്കും, നഴ്സ്, സൂപ്പർവൈസർ, സീനിയേഴ്സ്, ഡോക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ അടിമയായിട്ട് ജീവിക്കുന്ന ഒരു സെറ്റപ്പാണ്. സ്വന്തമായിട്ട് സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒന്നും കഴിവില്ലാത്ത ആ ഒരു സെറ്റപ്പ് അവിടെ ചെയ്യുന്നത്. പക്ഷേ വെള്ളക്കാർക്ക് ഇത് ഇഷ്ടമാണ്, പണി അവർ നടത്തും. അപ്പോൾ അങ്ങനെ ഇവരെ കൊണ്ടു നടക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അവർ പഴയ പോലെ അടിമ ചെയ്യുന്ന പോലെ ചെയ്യത്തില്ല, അവർ തിരിച്ച് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു പ്രശ്നമായി. കാരണം അവരുടെ പരമ്പരാഗതമായ രീതിയിൽ ഇന്ത്യക്കാരുടെ ഇത് പ്രതീക്ഷിക്കുന്ന അവർ കിട്ടത്തില്ല. കാരണം വെള്ളക്കാരെക്കാളും ഫിലിപ്പീനോസേക്കാളും അടിമപ്പണി ചെയ്യാനായിട്ട് റെഡിയായി വന്ന ഒരു കാറ്റഗറിയാണ് പണ്ട് കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു വെള്ളക്കാരുടെ ഗുഡ് ബുക്കിൽ കയറിയത്. പക്ഷേ ഇപ്പം ആ ലെവലിലേക്ക് വരുന്നില്ല. അപ്പോൾ അതൊരു റേഷ്യൽ എലമെൻ്റായിട്ട് മാറുന്നുണ്ട്. വെള്ളക്കാരുമായിട്ട് കൂടുതൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുക, പെരുമാറുക, അവരുടെ കൾച്ചർ ഫോളോ ചെയ്യുക, അവർക്ക് ഒഫൻഡ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, സൗണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ബോഡി ഓർഡർ, അതുപോലെ വായുനാറ്റം, അതുപോലെ തന്നെ നമുക്ക് അവരോട് സംസാരിക്കുന്ന പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുക, മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിൻ്റെ പേരെന്താണെന്ന് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറയുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയും. വാട്ട് ഈസ് യുവർ നെയിം എന്ന് വെച്ചാൽ ഒഫൻഡിങ്. എൻ്റെ അടുത്ത് പല വെള്ളക്കാരും വന്ന് എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒത്തിരി ഐറിഷ് സ്റ്റാഫുകൾ എന്നെ, അതുപോലെ തന്നെ UK സ്റ്റാഫുകളൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ഒഫൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പറയുക, മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പറയുന്നത്. കാരണം മലയാളം റെസ്പെക്റ്റ് ഇല്ലാത്ത ലാംഗ്വേജാണ്. വെള്ളക്കാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി ഐറിഷുകാർക്ക് എല്ലാത്തിനും റെസ്പെക്റ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ അതെടുത്ത് പ്രയോഗിക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് അവരെ ഒഫൻഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി എൻ്റെ അണ്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫ് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു,
ചേട്ടാ ചേട്ടൻ പോന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ രണ്ടാമത് ഞങ്ങളുടെ ഹോമിൽ ചെന്നപ്പോഴത്തേക്കും പറയുക അവിടെ കുറേ ഇന്ത്യക്കാർ വന്നിട്ടുണ്ട്, അവരെല്ലാം കൂടെ ഫുഡെല്ലാം ഹീറ്റ് ചെയ്തിട്ട് കുഞ്ഞ് റൂമിൻ്റെ അകത്ത് വെച്ച് ഓപ്പൺ ചെയ്ത് വെക്കുക. മസാലയുടെ മണം കാരണം വെള്ളക്കാർക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അത് കാരണം മാനേജർ റിസൈൻ ചെയ്ത് പോകും, റിസിഗ്നേഷൻ കൊടുക്കാൻ പോകുകയാണ് ഇന്ത്യക്കാരെ പേടിച്ചിട്ട് വെള്ളക്കാരി മാനേജർ റിസൈൻ ചെയ്യാൻ പോകുന്നത്. എന്തൊരു ദുരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളവരെ മാക്സിമം അവരെ ഇറിറ്റേറ്റ് ചെയ്ത്, അവരെ ഒഫൻഡ് ചെയ്ത്. കാരണം ഈ കൺട്രി ഇത്രയും സംഭവങ്ങൾ ഓഫർ ചെയ്തു. നമ്മുടെ നാട്ടിൽ കൂടെ 1000-2000 രൂപയൊക്കെ മേടിച്ച് നടന്നിരുന്ന കാലത്താണ് അവർ ഈ 1-2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ഓഫർ ചെയ്ത് നമ്മളെ അവിടെ കൊണ്ടുപോയി ഇതെല്ലാം ചെയ്തു തന്നത്. ഒത്തിരി സംവിധാനങ്ങളെല്ലാം ചെയ്തു തന്നു, ഒത്തിരി ബെനിഫിറ്റ്സ് ഒക്കെ തന്നു. വെള്ളക്കാർക്ക് കൊടുക്കുന്ന സെയിം സാലറി ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് തന്നു. പക്ഷേ നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല. നമ്മളവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, അവരെ ടീം പ്ലെയർ ആയിരിക്കണം, നമ്മൾ അവരെ പോയി ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് പിന്നെ പുറത്ത് പാർട്ടികൾക്കോ പരിപാടിക്കോ കോമൺ ആയിട്ട് പോകുന്ന അതിനൊക്കെ പോകണം. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുവാണെങ്കിൽ, അവരുമായിട്ട് കൂടുതലായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് നമ്മുടെ വെറുപ്പ് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ ശരിക്കും അവരുടെ പോപ്പുലേഷൻ്റെ അകത്ത് നമ്മൾ ഒഫൻഡ് ചെയ്യപ്പെടുന്ന പോപ്പുലേഷൻ അല്ല, നമുക്ക് അവരുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാവുന്ന. അത് തന്നെ നമുക്കൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പോപ്പുലേഷനാണ് കേരളത്തിൽ നിന്ന് വരുന്നത് 98% ആൾക്കാർക്കും. അപ്പോൾ അവർക്കത് ഓക്കെയാണ്, അവർ അക്സെപ്റ്റേഷബിളാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ ഈ വിദേശികളെ പോലെ, ഈ വലിയ വരുന്ന വിദേശികളെ പോലെ തന്നെയാണ് മലയാളികളെ കൈകാര്യം ചെയ്യുന്നത്. എടുത്തിട്ട് തുടിക്കുന്നത് ചവിട്ടുന്നതൊക്കെ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റീസൺ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ, അത് പണ്ട് കാലത്ത് ഈ പ്രശ്നമില്ലായിരുന്നു. ഒരു 2010 മുമ്പുള്ള വന്ന ആൾക്കാരെല്ലാം ഇതെല്ലാം നോക്കിക്കണ്ടോ ചെയ്തുകൊണ്ടിരുന്നത്. 2010 ശേഷം വലിയ ഓവർ ഇൻഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞ ശേഷം 2020 ശേഷം അത് ഇൻഫ്ലക്സ് അങ്ങ് കൂടി പെരുകി കഴിഞ്ഞ ശേഷമാണ് ഈ അവസ്ഥ വന്നത്. പിന്നെ ഇവരുടെയൊക്കെ പാർട്ട്നേഴ്സിന് ഇംഗ്ലീഷ് അറിയത്തില്ല, അവരോട് സംസാരിക്കാൻ അറിയത്തില്ല, അവരും ഇൻട്രാക്ട് ചെയ്യത്തില്ല. ഈ പാർട്ട്നേഴ്സായിട്ട് വന്ന പകുതി ആൾക്കാർക്ക് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ഒന്നും തന്നെ ഇല്ല. അവരെയും മുറിക്കാതിരിക്കുന്നതല്ലാതെ അവർക്ക് ഇൻട്രാക്ഷനൊന്നും പോകത്തില്ല. വൈഫിനെ പറഞ്ഞു വിടത്തില്ല, ഹസ്ബൻഡിനെ പറഞ്ഞു വിടത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒഴിവാക്കിയത് പിള്ളേരെ അവരോട്ട് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക, അവരോട് കളിക്കാൻ വിടുക, എപ്പോഴും പഠിത്തം എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമാണ്, എങ്കിലും തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. അവരെ ഒഫൻഡ് ചെയ്യാതെ ഏത് കൾച്ചറിൽ ചെന്നാലും ആ കൾച്ചറിനെ ഒഫൻഡ് ചെയ്യരുത്. നമ്മുടെ കൾച്ചറും കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. അവിടുത്തെ കൾച്ചർ അസിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അവിടുത്തെ കൾച്ചർ നമുക്ക് അസിമുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവരെ ഒഫൻഡ് ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ നമ്മളെ റേസിൽ അറ്റാക്ക് ഉണ്ടായി, ചീത്ത വിളിച്ചു. കാരണം പബ്ലിക്കാണ് നമ്മളെ ചീത്ത വിളിക്കുന്നത്, അവർക്കറിയത്തില്ല നമ്മൾ ആരാന്നുള്ളത്. ഞാനവിടെ നേഴ്സാണ്, ഞാൻ നിങ്ങൾക്ക് കെയറോട് പിന്നെ UK-ലെ ഒരാൾ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ നേഴ്സുമാരിവിടെ കെയർ ചെയ്യാൻ വേണ്ടി വന്നാൽ നിങ്ങളെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെയൊക്കെ ഞങ്ങൾ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ അവർ സാലറി, ഇതൊക്കെ പെയ്ഡ് സർവീസാണ്. അതായത് പണ്ട് കാലത്ത് നമ്മളൊരു പണ്ട് അമ്മച്ചിമാരൊരു കണക്ക് പറയാറുണ്ട്, 10 മാസം നിന്നെ ചുവന്നിട്ട് പോയത് നടന്നത് ഞാനാ, അതുകൊണ്ട് നീ എന്നെ ലൈഫ് ലോങ് നീ എന്നെ കെയർ ചെയ്യണമെന്ന് പറയും. അതേപോലത്തെ ഒരു ഇതാണ്. അത് അവർ അംഗീകരിക്കത്തില്ല. കാരണം ഇത് പെയ്ഡ് സർവീസാണ്. അവർ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി നമ്മൾ മേടിച്ചിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കിട്ടിയില്ല, അവർ വേറെ ആളെ അന്വേഷിക്കണം. ഫിലിപ്പീനോ അന്വേഷിക്കുക, ശ്രീലങ്കയോ ബംഗ്ലാദേശിയോ അല്ലെ ആഫ്രിക്കയിലോ നൈജീരിയനോ എവിടുന്നെങ്കിലും അവർ അന്വേഷിക്കും. അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള പോളണ്ടോ ബൾഗേറിയോ റുമാനിയോ മോൾഡോവയോ എവിടുന്നെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. നമ്മളത് നോക്കണം, നമ്മൾ ആവശ്യം പ്രസൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് രീതിയിൽ, നിങ്ങളുടെ രീതിയിൽ, നിങ്ങളുടെ രാജ്യത്ത്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിൽ, നിങ്ങളുടെ സേഫ് ഗാർഡിങ് സെറ്റപ്പിൽ ഞാൻ വർക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ഓക്കെ ആക്കി തരാമെന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അത് പബ്ലിക്കിന് മുമ്പിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്യണം. മാക്സിമം ഒഫൻഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഷോപ്പുകളിലൊക്കെ ഷോപ്പിങ്ങിന് പോകും, പുറത്തുകൂടെ പോകുമ്പോഴൊക്കെ മാക്സിമം ഒഫൻഡ് ചെയ്യാതെ. അതുപോലെ ഇന്ത്യൻ വേഷം കെട്ടിക്കൊണ്ട് പോകുന്നു, അതുപോലെ തന്നെ സിന്ദൂരം തൂത്തുകൊണ്ട് പോകുന്നു, അതുപോലെ തന്നെ നമ്മുടെ സാരി ഡ്രസ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നു, കരിമുക്ക് മുറുകി കുത്തു നടക്കുന്നു. അതുപോലെ ഓണാഘോഷ പരിപാടിയും അതുപോലെ ക്രിസ്മസ് ആഘോഷ പരിപാടിയൊക്കെ സാധാരണ പണ്ട് ഹാളിൽ നടന്നു, ഇപ്പോൾ വഴിലോട്ടിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. അതായത് അങ്ങനെ അവരുടെ കൾച്ചറില്ല. റോഡിൽ കൂടെ പൊസഷൻ നടത്തുന്നു, പ്രദക്ഷിണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അവിടെ ഇല്ല. ലോകത്തിൽ ഒരു സ്ഥലത്തും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലൊന്നും ഈ ഇങ്ങനെ പ്രദക്ഷിണോ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കി കഴിയുമ്പോൾ ഹേയ് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, അവർക്കൊരു ചലഞ്ചായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവരെന്നാ ചെയ്യും, അവർ ഗ്രാജുവലി ഇപ്പം തന്നെ ഇന്ത്യക്കാർക്കെതിരെ തന്നെ യൂട്യൂബ് വീഡിയോ നടത്തുന്ന ഇഷ്ടം പോലെ. എനിക്ക് തന്നെ ഞാനവിടെ ഉള്ള സമയത്ത് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ലിങ്ക് വരുന്നുണ്ട്. ഇന്ത്യക്കാർക്കെതിരെ തന്നെ, ഇന്ത്യക്കാർ വേസ്റ്റ് കൊണ്ടിടുന്നു, ഇന്ത്യക്കാർ അല്ലെങ്കിൽ അത് ചെയ്യുന്നു, ഇന്ത്യക്കാർ ഇത് ചെയ്യുന്നു, ഇന്ത്യക്കാർ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മീനെ പിടിക്കുന്നുകൊണ്ട് പോകുന്നു,
പ്രിസ്റ്റീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ അകത്തൊക്കെ വേസ്റ്റ് കൊണ്ട് കലക്കുക. അതുപോലെ തന്നെ തോട്ടിലൊക്കെ കിടക്കുന്ന മീനെ പിടിച്ച് ചൂടായിട്ട് പിടിച്ചുകൊണ്ട് വലയിട്ട് പിടിച്ചുകൊണ്ടൊക്കെ എടുത്തുകൊണ്ട് പോവുക. അവർ ഉറക്ക ബഹളം വയ്ക്കുക, അവിടെ കിടന്ന് കൂവുക, അലറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. റോഡ് ബ്ലോക്ക് ചെയ്യുക, റോഡിൽ കൂടെ ഹോൺ അടിക്കുക. ഇങ്ങനെയുള്ള അവരുടെ കൾച്ചറിന് ഒഫൻഡിങ് ആയിട്ടുള്ള, അതായത് പ്രിസ്റ്റീൻ ആയിട്ടുള്ള UK അയർലൻഡിൻ്റെ കൾച്ചറിന് എതിരായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. അത് നമ്മൾ സ്വയം ഒന്ന് നമ്മുടെ ആരും നമുക്ക് സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാരും നമ്മളെ പഠിപ്പിച്ചു തരില്ല. പൗരബോധം എന്നാണ് പറയുന്നത്. അതായത് വേറൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാം എന്നതിനെ പറ്റിയാണ് സിവിക് സെൻസ് പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇപ്പോൾ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ മറ്റവനെ എങ്ങനെ ഉപദ്രവിക്കാം, അവനെ എങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് വട്ടം വയ്ക്കാം എന്നുള്ള, അല്ലെ അവനെ ഓവർടേക്ക് ചെയ്യാൻ അവനെ മാക്സിമം ഉപദ്രവിച്ചുകൊണ്ട് ഓവർടേക്ക് ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ അങ്ങനെയല്ല. അവരെ ആ ഒരു ഉപദ്രവമായോ, നിനക്ക് ഹട്ട് ചെയ്യുമോ, എന്ത് കാര്യം പറഞ്ഞാലും സോറി, ആയിരക്കണക്കിന് പ്രാവശ്യം സോറിയാണ് പറയുന്നത് ഒരു ദിവസം. സോറി ഡിസ്റ്റർബ് ചെയ്യൂ, സോറി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് എപ്പോഴും സോറി പറഞ്ഞ് നിൽക്കുന്ന അതിൻ്റെ പോപ്പുലേഷൻ അത്രയ്ക്ക് പൊളൈറ്റ് ജെന്റിലുമായിട്ടുള്ള പോപ്പുലേഷൻ ഐറിഷ് പോപ്പുലേഷനെ വെറുപ്പിച്ചത് നമ്മൾ തന്നെയാണ്. ഇനി നമുക്ക് തന്നെ നന്നാക്കാൻ പറ്റുമെന്നുള്ളത് മാക്സിമം ശ്രമിച്ചു നോക്കുക. ഇനി അവസാനം നമ്മളുടെ ലാസ്റ്റ് പണ്ട് നമ്മുടെ പഴയ മുഖ്യമന്ത്രി AK ആന്റണി പറഞ്ഞ പോലെ ലാസ്റ്റ് ബസ് പോയി, എന്നാലും ഇനി ഒന്ന് പിടിച്ചു നോക്കുക. ഉള്ളവർ കുറച്ച് ബെറ്റർ ആകുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. അവരുടെ എക്സ്പീരിയൻസും കുറച്ചൊന്ന് നന്നാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഗ്രൂപ്പായിട്ട് എനിക്ക് വയ്യോ മറ്റോ എനിക്ക് തോന്നുന്നില്ല. ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ അടിയിടിയും തള്ളക്കുള്ളിയും ചീത്തവിളിയും അതുപോലെ കേൾക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ എത്ര കാലം വർക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ആൾക്കാർ ചീത്ത വിളിക്കുക, ഫക്കിങ് ഇന്ത്യൻ എന്ന് പറയുക, അതുപോലെ തന്നെ നമ്മളോട് ഗോയവേ എന്ന് പറയുക, അതുപോലെ ഗോ ടു യുവർ കൺട്രി എന്ന് പറയുക, യു ഏലിയൻ യു ഗോയവേ എന്നൊക്കെ പറയുക, സൈക്കിളോട്ട് ഓടിക്കുക, നമ്മൾ ലേസർ ലൈറ്റ് നമ്മൾ മുഖത്തേക്ക് അടിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി എൻ്റെ മുഖത്തേക്ക് ലേസർ ലൈറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആകെ അപ്സെറ്റ് ആയി പോകും. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിതൊന്നും ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്കെയറിയാകും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പേടി വരും. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന അവർ മാക്സിമം നമ്മൾ അവരുമായിട്ട് ഗെറ്റ് ലോങ് ചെയ്തു പോവുക. ഇനി ഗെറ്റ് ലോങ് ചെയ്യാനായിട്ട് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവരെ ഒഫൻഡ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒഫൻഡ് ചെയ്ത് പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ നമ്മുടെ കൾച്ചറൊക്കെ നമ്മുടെ പെരയ്ക്കകത്തോ ഒരു ഹാളിൻ്റെ അകത്തോ വെച്ച് ചെയ്യുക. പുറത്ത് വെച്ചിട്ട് പോവുക ആളുകൾ ചെയ്യാതിരിക്കും. ഓണത്തിന് സമയത്തൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇനിയും കൂടുതൽ ഇത് സംഭവം. കാരണം ഇത് ഇന്ത്യക്കാർക്കെതിരെ തന്നെ വ്ളോഗ് ചെയ്യുന്ന ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, വെള്ളക്കാർ യൂട്യൂബേഴ്സ്. അവർക്ക് കുറ്റം കണ്ടുപിടിച്ച് തന്നെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പം ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാം. തീർച്ചയായിട്ടും ഇത് അപ്സെറ്റിംഗ് ആണ്, പക്ഷേ അവരുടെ കൾച്ചർ ഒഫൻഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അവരിത് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ. വി വിൽ കം ബാക്ക് വിത്ത് സം അതർ സെഷൻ. ഒരു നൈസ് ആയിട്ടുള്ള സെഷനുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.